ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എലിസബത്ത് തന്റെ വീഡിയോ പുനരാരംഭിച്ചിരിക്കുകയാണ്. കേസ് കൊടുക്കുമ്പോൾ ഇല്ലുള്ള വിഷയത്തിൽ ഇതുവരെയും ധാരണയായിട്ടില്ല. കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചില്ല. പക്ഷേ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എലിസബത്ത് സുരക്ഷിതയായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനു പുറമെ സംഭവിച്ച ഒരു കാര്യം, അമൃതയുടെ സഹോദരി അഭിരാമി ഒരു Q&A പരിപാടിയിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേ തുടർന്ന് നടന്ന ഒരു ആർഗ്യുമെന്റ് പോലെ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ പോലെയുള്ള ഒരു ഭാഗം കൂടി എലിസബത്തിന്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് എലിസബത്തിന്റെ വീഡിയോയിൽ ഒന്ന് പോയി നോക്കാം. ഹായ്, ഞാൻ എലിസബത്താണ്. ഒരു 4-5 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ആൾക്കാരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ കമൻറ്റുകളിൽ പിന്നീട് സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് സേഫ് ടിൽ നൗ അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ സേഫ് ടിൽ നൗ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വിഷമം, പേടി, അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഇതിൽ എഫക്റ്റഡ് ആവണേ, അതുപോലെ പല ഭീഷണികൾ. അപ്പോൾ എനിക്ക് തന്നെ കുറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു. ഞാൻ കാരണം കുറേ ആൾക്കാരുടെ ലൈഫിന് വരെ ത്രെറ്റ് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു. എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. ഇപ്പോഴും ആൾക്കാർ ചോദിക്കണം, ഞാൻ എന്താ കേസ് കൊടുക്കാത്ത. കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസുണ്ട്. വീണ്ടും എൻ്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടണത്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒന്നിനെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എലിസബത്ത് സുരക്ഷിതയായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് പ്രതികരിച്ച പലർക്കും പല രീതിയിലുള്ള ഭീഷണികളും വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നിയമപരമായി നേരിടും. അത് നിയമപരമായി നേരിടുന്നത് ശരിയല്ല എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ ഒരു ലീഗൽ ഇന്റിമിഡേഷൻ എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല. നിന്റെയൊക്കെ വായടച്ച് കാണിച്ചു തരാം എന്ന രീതിയിൽ നിയമത്തെ ഉപയോഗിക്കുന്നത് ശരിയായ നടപടിയല്ല. മാത്രമല്ല, ഈയിടെ സംസാരിച്ച ചില വ്യക്തികൾ പറഞ്ഞ കാര്യമുണ്ട്. ലിജേഷ് ആയാലും ചെകുത്താനായാലും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കമ്മീഷൻ ഓഫീസറിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് നിന്നേക്ക് എടുത്ത് ഇടിയോ എന്ന് പറയുമ്പോൾ ആ ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. ആ സാഹചര്യത്തിൽ എലിസബത്തിന്റെ അപ്ഡേറ്റ്സ് കുറച്ച് കാണാതായി കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നിയിരുന്നു എലിസബത്ത് സുരക്ഷിതയാണെന്നുള്ള കാര്യത്തിൽ. സുരക്ഷിതയാണെന്ന് അറിഞ്ഞാൽ സന്തോഷം. രണ്ടാമത്തെ കാര്യം, എലിസബത്ത് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം, അതൊരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കണം. നമ്മൾക്കും ആഗ്രഹം എലിസബത്ത് കേസ് കൊടുക്കണം, ലീഗലായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷേ അതിനുള്ള ആത്മവിശ്വാസം എലിസബത്തിന് ലഭിക്കുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എലിസബത്ത് ചൂണ്ടിക്കാട്ടിയത് ഒരു ചെറിയ സംഭവമല്ല. കേസുമായിട്ട് മുന്നോട്ട് പോയ അജു അലക്സിന് ലഭിച്ച പ്രതികരണം എന്താണ് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അത്തരത്തിലൊരു നിയമ സംവിധാനത്തിൽ നിന്ന് കൃത്യമായ സപ്പോർട്ട് ലഭിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എലിസബത്തിന് സ്വാഭാവികമായിട്ടും ഞാൻ ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോകണമോ, അതിന് കൃത്യമായ സഹായം ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സംശയം ഉണ്ടാകും. മൂന്നാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞത് ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ചാണ്. എത്രയോ നമ്മൾ കണ്ടായിരുന്നു, ചില ചാനലുകൾക്ക് നേരെ സ്ട്രൈക്ക് വന്നു. ഇപ്പൊ പലർക്കും വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മിണ്ടിക്കഴിഞ്ഞാൽ, പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അടച്ചു പൂട്ടാം എന്ന രീതിയിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഇത്. പക്ഷേ ആ ശബ്ദങ്ങൾ നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ് ആശാവഹമായ കാര്യം. ശബ്ദങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവരും കുറെ കൂടി ശ്രദ്ധയോടെയാണ് സംസാരിക്കുന്നതെങ്കിലും ഈ വിഷയത്തെ വിട്ടുകളയുന്നില്ല. എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളും തന്നെ ഈ വിഷയത്തെ കൈവെടിയുമ്പോഴും ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ സംസാരിക്കുന്ന ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല കാര്യം. നമുക്ക് ബാക്കി കേട്ടു നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. ഇന്ന് ഇപ്പോൾ വണ്ടിയിൽ വരുന്ന സമയത്ത്, അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്നറിയില്ല, ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ 3ാമത്തെ തവണ ഇടിച്ചു. പക്ഷേ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കുന്ന കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെയറിയില്ല. ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേന്നൊക്കെ. അല്ലാണ്ട് അങ്ങനെ 3 തവണ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു സാധനത്തിൽ പോയിട്ടിരിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ തവണ ഓക്കെ കെയർലെസ്നെസ്സിൽ വന്ന് ഒരു പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് ഒരു വാക്കുപേജ് പറയാം, ഒന്നിനെ തന്നെ നനച്ചിരുന്നാൽ കാണുന്നതെല്ലാം അതായിട്ട് തോന്നും എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ ഭയമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂപ്പൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മുട്ടുസൂചി, ഒരു മണൽത്തരി ഞങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ പറഞ്ഞ വ്യക്തിയായിരിക്കും എന്നുള്ളത്.
ഞാൻ പറയുന്നത് ഇവർക്കെതിരെ മാത്രമല്ല, ഇവരുടെ അടുത്ത് നിൽക്കുന്നവർക്കെതിരെ പോലും ഒരു മണൽത്തെരിയോ മുട്ടുസൂചി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണം. ഇതിപ്പോ 3 തവണ വണ്ടി വന്നിടിക്കുക. ഒരു തവണ വണ്ടി ഇടിക്കുക നമുക്ക് ആക്സിഡന്റാ മനസ്സിലാകാം. രണ്ടാമത് അതേ വണ്ടി വന്നിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയം തോന്നില്ലേ? നമ്മൾ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുക. ഈ ഒരു വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ പിന്നിൽ വന്ന് ഒരു തവണ വണ്ടി ഇടിക്കുന്നു, അത് അപകടമാണ് അല്ലെങ്കിൽ ആക്സിഡന്റ് ആണ്, അശ്രദ്ധ കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത് വണ്ടി ഇടിക്കുമ്പോൾ അത് നമ്മളൊരു അശ്രദ്ധ എന്നതിൽ തള്ളിക്കളയും? ഒരിക്കലുമില്ല. മൂന്നാമത് വന്ന് വണ്ടി ഇടിക്കുമ്പോഴോ? അപ്പോൾ എലിസബത്തിന്റെ സംശയം അതൊരു വെറും സംശയമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ചോദ്യം പറഞ്ഞത് ലിജീഷാണ്. അപ്പൊ അത്തരത്തിൽ ഒരു സാഹചര്യം നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. എലിസബത്ത് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ 14 വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത്, ഇവർ 2 വർഷം അനുഭവിച്ചിട്ടുള്ളൂ. 2 വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ട് ഉണ്ട്. 14 വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല. എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആൾക്കാർ അറിയണം, വേറെ ആരും ഇതിൽ പെടരുത്. ഞാൻ ചിലപ്പോൾ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയിണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ ആ സമയത്തും എത്ര ആൾക്കാർ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ഇത് ഈ ഒരു ചോദ്യം വരുന്നത് കഴിഞ്ഞ ദിവസം അഭിരാമി നടത്തിയ ഒരു Q&A സെഷനിൽ നിന്നുള്ള സംഭവമാണ്. അഭിരാമിയുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി അതൊന്ന് കേട്ടു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് മാത്യു ജോർജ്. യു ആൻഡ് യുവർ ഫാമിലി ഓൾസോ കം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് കൾപ്രിറ്റ്. യുവർ ഫാമിലി ഓൾസോ സഫർ ടു മച്ച് വിത്ത് ദിസ് കണ്ണിംഗ് ഡോഗ്. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഫാമിലിയുടെ കേസിൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും PR വർക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കാരണം ഉണ്ടായിട്ടുള്ള ഹിറ്റ് മാരകമായിട്ട് തന്നെ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1-2 വർഷമൊന്നുമല്ല, ഒരുപാട് വർഷം. മോറലി ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഭയങ്കര റോങ് ആയിട്ട് ചിത്രീകരിച്ച ഒരുപാട് സ്റ്റേജ് ഇൻസിഡൻസും ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഏറ്റവും അറ്റത്താണ് സഹികെട്ടാണ് ചേച്ചി പോയി ഒരു കേസ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ലീഗൽ ഇതുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ആ അറ്റാക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു നേരിട്ടെൻ്റെ ചേച്ചി അനുഭവിച്ചതും ഞങ്ങളുടെ ഫാമിലി അനുഭവിച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വർഷത്തെ പേരുണ്ട്. പക്ഷെ അത് വന്ന് സംസാരിക്കാനുള്ള ഒരു പ്രോബബ്ലി ഒരു ടൈം ആയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്തുള്ള ഇവരുടെ ഒരു കോംപ്രമൈസ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നൗ ബ്രീച്ച്ഡ് എന്ന് പറയുന്ന ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിപ്പോഴും വാലിഡായി നിൽക്കുന്ന ഒരു അഗ്രിമെന്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പറ്റില്ല ആസ് ഓഫ് നോ. ബിക്കോസ് ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ല, ചേച്ചി വന്ന് സംസാരിക്കുന്നത് ഞാൻ വന്ന് സംസാരിക്കുന്നത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ തന്നെ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തേക്ക് വലിച്ചിടുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ അപ്രണ്ട് വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇൻ ദ സീൻ എലിസബത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല. അത് എന്ത് നമ്മുടെ ഇനിയിപ്പോൾ നിങ്ങളുടെ കാരണം കൊണ്ടായിരിക്കാം ആയിക്കോട്ടെ, പറഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓൾവേസ് വിക്ടിം എന്ന് പറയുന്നത് എന്നൊരു വിക്ടിം തന്നെയാണ്. വിക്ടിം കാർഡല്ല അത്. വിക്ടിം എന്ന് പറയുന്നത് ആൾ എന്നൊരു വിക്ടിമാണ്. അന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അത് ഇന്ന് എലിസബത്തിന് കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് എന്തോ ഒരു സത്യം അവരുടെ ഉള്ളിലുള്ളത് ദൈവമായിട്ട് തന്നെ തുണയ്ക്കുന്നുണ്ട്. അതിന് ആ ഒരു മലയാളികൾ പ്രോപ്പറായിട്ട് ആ ഒരു എക്സ്റ്റെൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് കിട്ടാതെ ഒരു സംഭവമായിരുന്നത്. പക്ഷെ പറഞ്ഞ കൂട്ട് അതിൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഒരു പരിധി വിട്ടൊന്നും വന്ന് സംസാരിക്കാൻ പാടില്ല. രണ്ടാമതും ആ കേസും കൂടെ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു ലീഗൽ നമുക്ക് നിയമത്തിന് ഒരു ഇതുണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ കൂട്ട് ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ കേസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് കിട്ടും. വിച്ച് ഇസ് വാട്ട് ഐ സജസ്റ്റ് ഇവൻ എലിസബത്ത് ടു ഡു. ബിക്കോസ് നമ്മൾ അതിന്റെ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഭാഗത്ത് സത്യമാണെങ്കിൽ അത് അതിന്റെ ആ ഒരു ഫൈനലിൽ അതിലേക്ക് എത്തും. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഇപ്പോഴാണെങ്കിൽ ഞാൻ കിടന്ന് ബബ പറയുന്നതിന്റെ റീസൺ എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ കേസിനെ എഫക്ട് ചെയ്യുമെന്നൊക്കെ എനിക്ക് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പ്രോബ്ലം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വന്നിരുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയാം. കാരണം അത്രമാത്രം ഉണ്ട് ആ ഒരു എൻറ്റയർ ട്രോമാറ്റിക് സൈക്കിൾ ഓഫ് ഇവന്റ്സ്. അത് പറയുമ്പോൾ തന്നെ പേടിയാവും. ഒരുപാട് കാലത്ത് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇതുകളും ഉണ്ട്. പക്ഷെ എൻ്റെ ചേച്ചീനെ ഈ പറഞ്ഞ അടുത്ത റിലേഷൻഷിപ്പിനകത്ത് എല്ലാവരും നമ്മുടെ നാടായതുകൊണ്ട് മോറലി അടിച്ചൊതുക്കി. പക്ഷെ അവർ എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ റീസൺ, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്തു എന്ന് പച്ചയ്ക്ക് കാണിക്കുന്ന ഒരു ഗട്ട്സ് ഉണ്ട് അവർക്ക്. അത് പിന്നീട് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ മൈൻഡിൽ ഒരു നല്ലൊരാളുടെ ലക്ഷണം. അല്ലാതെ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ച് വരുത്തി തീർത്ത് ഒരു മുഖം മൂടിയിട്ട് വേറൊരാളായി ജീവിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയുടെ കേസിൽ അവർ ഒളിഞ്ഞു മറിഞ്ഞിരുന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ ജെന്യൂൻ ആയിട്ട് നിന്നു. അവർ ഓപ്പൺ ആയിട്ട് അവരുടെ കാര്യങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ, കാരണം അവർ ഡിവോഴ്സ് ആയിട്ട് ഒരുപാട് വർഷത്തിന് ശേഷമാണ് റിലേഷൻഷിപ്പിൽ തന്നെ ആയത്. അത് ഈ പറയുന്ന കൂട്ട് ആൾക്കാർക്ക് അതൊരു ചിരിക്കുള്ള ഒരു വകുപ്പാക്കി എടുത്തത് ഒക്കെയും ഈ പ്രോപ്പർ ആയിട്ടുള്ള PR വർക്കും പിന്നെ ആ സമയത്ത് നടന്ന പ്രസ് മീറ്റും ഭാഗങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ 1% മാത്രമാണ്. അപ്പോൾ ഒരുപാട് വർഷത്തിൽ നമുക്ക് പറയാൻ പറ്റാതെ ഇരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്ന് പറയാൻ വേറെ കാര്യം ചേച്ചിയുടെ ലൈഫാണ്. അതിനകത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ തന്നെ ചേച്ചിയുടെ പല സാഹചര്യങ്ങളും ചേച്ചിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സൈബർ സ്പേസിൽ ഹേറ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതിനെ കേസിനും എല്ലാത്തിനും എഫക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ
എനിക്കിനി ഞാൻ കാരണം എൻ്റെ ഫാമിലിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ഈ സിറ്റുവേഷനിലൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പ്രോബ്ലി എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. അത് ഒരുപാടുണ്ട്. എനിക്കാണെങ്കിലും പറയാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ബി ദർ. എലിസബത്തെ, ഇത് ഒരുപക്ഷെ എലിസബത്ത് ഇത് മിസ്റീഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും മിസ്റീഡ് ചെയ്യിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അവർ സംസാരിച്ച വിഷയം വ്യത്യസ്തമാണ്, നിങ്ങൾ പറയുന്ന വിഷയം വ്യത്യസ്തമാണ്. ആദ്യം ഈ വിഷയം സംസാരിച്ച് വരുമ്പോൾ, അത് അമൃതയായാലും പാപ്പുവായാലും സംസാരിച്ച് വരുന്ന സമയത്ത് അവർക്കെതിരെ നടന്ന സൈബർ ബുള്ളിങ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള മാറ്റം ഉണ്ടായത്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഏറ്റവും പറഞ്ഞുള്ള കാര്യമാണ് എനിക്ക് ആ കുട്ടിയോട് ദേഷ്യം തോന്നി എന്നുള്ളത്, ഈ കുഞ്ഞു കുട്ടിയുടെ ദേഷ്യം തോന്നിയുള്ളത്. അത്രയ്ക്ക് മാനിപ്പുലേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഒരു PR വർക്ക് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവം ഉണ്ടായത്. അന്ന് ലഭിക്കാതിരുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതിനകത്ത് തെറ്റിദ്ധരിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്തത് അവർക്ക് സപ്പോർട്ട് കിട്ടാതെ ഇപ്പം നിങ്ങൾ സപ്പോർട്ട് പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അല്ല, അവർക്ക് ഉണ്ടായ ഒരു സാഹചര്യം എലിസബത്തിന് ഇപ്പോഴില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ ആദ്യം ഒരു തീച്ചുളയിലൂടെ നടന്നു പോയതിന് ശേഷമാണ് അവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ തണുപ്പ് ലഭിച്ചു തുടങ്ങിയത്. അതേസമയം എലിസബത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. തുടക്കം മുതലേ തന്നെ എലിസബത്തിന്റെ കൂടെ ആളുകളുണ്ട്. കാരണം ഈ വിഷയം ആദ്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, അമൃതയോട് ബന്ധപ്പെട്ട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തെറ്റിദ്ധാരണയിൽ നിന്ന് പിന്മാറിയ ഒരുപാട് പേരുണ്ട്. അവരാണ് ആദ്യം മുതൽ തന്നെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തത്. ഇന്നവേ നിങ്ങൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്, ഒരുമിച്ച് പറക്കേണ്ടവരാണ്. സിനിമാ ഗാനമുണ്ടല്ലോ, അത് ഒരു കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ പാട്ടാണ്. അതിൽ പറയുന്നൊരു സംഭവം, നമ്മൾ വേറെ ആയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വേലകളും പാഴാണെന്നാണ്. ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ ഒന്നിച്ചവർ പറന്നുയർന്നിട്ടാണ് വേടന്റെ വലയിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഒന്നിച്ച് പറന്നുയരേണ്ടവരാണ് നിങ്ങൾ. ഈ വേടന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നതല്ല, ഇനി നിയമ സംവിധാനത്തിലേക്ക് കൂടി ഇത് വരേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ ഒരുമിച്ച് പറന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ വല ഇനി മറ്റൊരാളുടെ ഇതിലേക്ക് വീഴാത്ത രീതിയിലേക്ക് മാറുകയുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ആർഗ്യുമെന്റിന്റെ ആവശ്യമില്ലെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ ഭാഗം കൂടി എടുത്തത്. ഈ ചെന്നായ്ക്കൾ ആട്ടിൻകുട്ടികളുടെ ഒരു കഥയുണ്ടല്ലോ. ആട്ടിൻകുട്ടികൾ തമ്മിലടിച്ചു കഴിഞ്ഞാൽ അവരുടെ ചോര കുടിച്ച് ജീവിക്കാൻ ഇരിക്കുന്ന ചെന്നായ, ഈ വേടനും ചെന്നായും ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ചെന്നായ ഒരു വശത്ത് 100 ചിരിക്കും. കാരണം നിങ്ങൾ തമ്മിലടിച്ചാലേ അയാൾക്ക് ആ ചോര ഊറ്റി കുടിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത്. പിന്നീട് നിങ്ങളിത് പറയുന്നുണ്ട്, ഞാനിത് ചെയ്യാനുള്ള കാരണം എനിക്കൊരു പക്ഷേ കേസിന് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഫേസ്ബുക്കിലുള്ളിടത്തോളം കാലം, യൂട്യൂബിലുള്ളിടത്തോളം കാലം ഇത് സംസാരിച്ചുകൊണ്ടേയിരിക്കും, ജയിലിൽ പോകുന്നിടത്തോളം സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ചെയ്യുന്നത് ഇനി ഒരാൾ ഈ വലയിൽ കുടുങ്ങാതിരിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. ഇനി ഒരാൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ പാടില്ല. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയം എടുത്താലും. ഇപ്പോൾ ഒരു ചില ആപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്കൊന്നൊരു കമന്റ് ആണ്. അത് വളരെ, ഈ കമന്റ് ഇട്ട ആളെ ഞാൻ മോശം പറയില്ല, കാരണം രണ്ട് സൈഡും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ് വെർബൽ ഡയറിയ. ഈ ഡയറി എന്ന് പറഞ്ഞാൽ അതിസാരം, വയറിളക്കം. ആ സംഭവം പണ്ട് കാലത്ത് അത് പടർന്നു പിടിക്കുന്ന ഒരു രോഗമായിരുന്നു. കാരണം കൃത്യമായിട്ടുള്ള ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജലത്തിലൂടെ ഇത് പടരും. അന്നത്തെ നമ്മളുടെ ടോയ്ലറ്റ്സ് എങ്ങനെയുള്ള നമുക്കറിയാം. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മഴവെള്ളത്തിലൂടെ അത് മറ്റൊരാളിലേക്ക് പടരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബാക്ടീരിയയോ അല്ലെങ്കിൽ രോഗാണുക്കളോ ഒക്കെ പടരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്നതൊരു പകർച്ചവ്യാധിയാണ്. ഇന്നിപ്പോൾ നമ്മൾക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഒരാളിൽ തന്നെ നിന്ന് ഒരാളിൽ തന്നെ അവസാനിക്കുന്നു. ഈ പല വിഷയങ്ങൾ സംസാരിക്കുന്നത് ഈ സംഭവം പടർന്നു പോകുന്നതിന് വേണ്ടിയല്ല, പടരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പ്രതിരോധ മാർഗം എന്ന നിലയിലാണ് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അത് വിമർശനം അങ്ങനെ കാണുന്നു. ഇനി വളരെ പ്രസക്തമായ ഒരു വിമർശനം എനിക്ക് വന്നത്, എലിസബത്തിന്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്നവൻ. എനിക്കതിനകത്ത് ആ പ്രയോഗത്തിൽ വലിയ സങ്കടമൊന്നും തോന്നിയില്ല. ഉച്ചിഷ്ടം എന്ന വാക്കിന്റെ അർത്ഥം മിച്ചം വന്ന ഭക്ഷണം എന്നുകൂടെയാണ്. ഈ മിച്ചം വന്ന ഭക്ഷണം സൂക്ഷിച്ചു വെച്ച്, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ, നമ്മളോടുള്ള അഭ്യുദയകാംക്ഷികളുടെയൊക്കെ വീട്ടിൽ അവർ മിച്ചം വരുന്ന ഭക്ഷണം നമ്മൾക്ക് തന്ന് പട്ടിണി മാറ്റിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വിശപ്പ് മാറ്റിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ മാനക്കെടുന്നില്ല. ഇനി ലിറ്ററൽ മീനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ കഴിച്ചതിന്റെ ബാക്കി വന്ന ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നതാണെങ്കിൽ പോലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ല, ഈ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്, പാത്രം കഴുകുന്നതിന് വേണ്ടി. അപ്പോൾ നല്ല വിശപ്പ് വരുമ്പോഴേക്കും ചില ആളുകൾ മുഴുവൻ ഭക്ഷണം കഴിക്കില്ല. ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എനിക്കതിനകത്ത് യാതൊരു മാനക്കേടുമില്ല. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ നീ ഏത് രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും, ഈ വിഷയത്തിൽ ഇവരുടെ കൂടെ നിൽക്കുന്നതിന് നിങ്ങൾ ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന പറഞ്ഞാൽ എനിക്ക് പുല്ലാണ്. ഒരു മാനക്കേടുമില്ല എനിക്ക്. അപ്പുറത്ത് നിൽക്കുന്ന ആള് ഇതിനപ്പുറം ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇതൊക്കെ വെറും പുല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.